അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് ഞാനാണ് ലോകത്തിന്റെ ഉന്നതനായ റബ്ബ് രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തിമാരിൽ രണ്ടാമൻ റാംസസ് രണ്ടാമൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച സ്രട്ടാവ്, മഹാനായ യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച സ്രട്ടാവ്, ഇന്ത്യ എന്ന് പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചനാഥനായ രക്ഷിതാവിനെ മുസ്ലിങ്ങളെ എന്നല്ല അഭിസംബോധന, അറബികളെ എന്നല്ല അഭിസംബോധന. പ്രിയമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഈ ഭൂമിയിലേക്ക് നാം വ്യത്യസ്ത ഗ്രാമങ്ങളിൽ, നാടുകളിൽ, രാജ്യങ്ങളിലായി ജനിച്ചു വന്നവരാണ്. നമ്മുടെ കൂടെ ജനിച്ചവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മെ കൂടെ ജോലി ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്നവർ, അറിയാത്തവർ, ലോകത്ത് ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്തുനിന്ന് വിട പറയുന്നു എന്ന കണക്കുകളാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? ആരാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചനാഥനായ മഹാശക്തി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഇസ്ലാമിന് അതിനൊരു മറുപടി പറയാനുണ്ട്. ആ മറുപടി ഈ ഭൂമി വരാനിരിക്കുന്ന പാരത്രികമെന്ന് പറയുന്ന സർവശക്തനായ പ്രപഞ്ചനാഥന്റെ നീതിപൂർവമായ ഒരു കാരക്കക്കുരുവിൻ്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കോടതിയിലേക്ക്, അവിടുന്ന് അങ്ങോട്ടുള്ള സ്വർഗ നരകങ്ങളിലേക്കുള്ള, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പ്രവേശനം അല്ലെങ്കിൽ പ്രവേശിപ്പിക്കൽ, അതിലേക്കുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഈ നൈമിഷികമായ നശ്വരമായ ഭൂമി. എന്തിനാണ് ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചമെല്ലാം ഒരുക്കിയ, ഈ ഗോളമണ്ഡലങ്ങളെല്ലാം നമുക്കൊരുക്കി തന്ന, സാങ്കല്പിക അച്ചുതണ്ടിൽ അതിവേഗതയിൽ കറങ്ങുന്ന ഈ ഭൂമി എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ അതിനെ നമുക്ക് സംവിധാനിച്ചു തന്ന, 7 ആകാശങ്ങളെ അത്ഭുതകരമായി നമുക്ക് മീതെ സംവിധാനിച്ചു വെച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, പ്രപഞ്ചനാഥനായ അള്ളാഹു, ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം വണങ്ങാൻ, അവൻ്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാൻ, അവൻ്റെ നിയമാവലികൾ ജീവിതത്തിൽ പകർത്തി പാലിച്ച് ജീവിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒരല്പകാലം നമുക്ക് സമയം നൽകിയിട്ടുള്ളത്. ആര് നേർവഴിയിൽ ജീവിക്കുന്നുവോ, ആര് നേർവഴി ലംഘിച്ചുകൊണ്ട്, എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്നുവോ, അവനാണ് ഭീമാകാരമായ മനുഷ്യനും കല്ലും കത്തുന്ന, കത്തിജ്വലിക്കുന്ന നരകം നാളെയുടെ ലോകത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ അതിൻ്റെ 21, 22 വചനങ്ങൾ എത്തുമ്പോൾ പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ എന്നല്ല അഭിസംബോധന, അറബികളെ എന്നല്ല അഭിസംബോധന, മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട്, യാ യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, മഹാനായ യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, ഇന്ത്യ എന്ന് പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചനാഥനായ രക്ഷിതാവിനെ, അല്ലേ പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളെ, മഹാരഥന്മാരെ, ലോകത്തറിയപ്പെട്ട മഹാവ്യക്തിത്വങ്ങളെ ലോകത്തിന് സമ്മാനിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥനായ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, മയക്കമില്ല, തളർച്ചയില്ല, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന് പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ഇല്ല, അവൻ എല്ലാ കാലങ്ങൾക്കും അപ്പുറമുള്ളവനാണ്. അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിന്? എന്നിട്ട് ചില കാരണങ്ങൾ കൂടി പറഞ്ഞു തരികയാണ്. അവനാണ് നിങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ, ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, അത് മുഖേന ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ ഈ പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ സംസാരമാകുന്ന ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്, അള്ളാഹുവിന് പകരക്കാരെ നിശ്ചയിക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. ഈ ഗോളമണ്ഡലങ്ങളെല്ലാം
ഈ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിലെ പ്രതിമാസങ്ങളെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ, മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം സംവിധാനിച്ച റബ്ബ് തിരിച്ചു നമ്മളോട് ചോദിക്കുന്നത് അവനെ മാത്രം ആരാധിക്കണം എന്നത് മാത്രമാണ്. ആരാധന അവന്റെ സൃഷ്ടികൾക്ക് വഴിവെച്ചു കൊടുക്കരുത്. മുഹമ്മദ് നബിയെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. മഹാനായ ഇബ്രാഹിം, അബ്രഹാം പ്രവാചകനെ നിങ്ങൾ ആരാധിക്കരുത്. നോഹ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആരാധിക്കരുത്. മോശെ പ്രവാചകൻ മൂസാ നബിയെ നിങ്ങൾ ആരാധിക്കരുത്. മറിച്ച് അവരെയെല്ലാം നമുക്ക് നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. പരിശുദ്ധ ഖുർആനിലെ ഒരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷെ മനുഷ്യർ ആ പ്രപഞ്ചനാഥനെ വിട്ട്, ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ വിട്ട്, വത്തഖദു മിൻ ദൂനിഹി ആലിഹ, ഒരുപാട് ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ കുറിച്ച് ഖുർആൻ പറയാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ളർറൻ വലാ നഫ്അ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ കീഴ്പ്പെടുത്താൻ സാധ്യമാവാത്തവരാണവർ. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ, എന്താണ് ജീവിതമോ മരണമോ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. വലാ നുശൂറ, ഉയർത്തെഴുന്നേൽപ്പിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. ഞാനാണ് ഇവിടുത്തെ ദൈവമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളുകൾ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയിട്ടില്ലേ? അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന്, കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന് ഞാനാണ് ലോകത്തിന്റെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തിമാരിൽ രണ്ടാമൻ റാംസസ് രണ്ടാമൻ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടില്ലേ? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വലിയ ഖജനാവുകളുടെ സൂക്ഷിച്ചു വെച്ച ഖജനാവുകളുടെ താക്കോലുകൾ മാത്രം വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമായിരുന്ന വലിയ തമ്പ്രാക്കന്മാർ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. നമ്മുടെ സ്രഷ്ടാവ് ഏകനാണ്. ആ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഇനി ലോകത്ത് മനുഷ്യർ ആരൊക്കെയാണോ ആരാധിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അംവാത്തുൻ ഗൈറു അഹ്യാ, അവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല, മരണപ്പെട്ടു പോയവരാണ്. അപ്പൊ മരണമുള്ളവരാണ്. ആൾ ദൈവങ്ങൾ മരണപ്പെട്ടു പോയിട്ടില്ലേ? പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്? എന്നിട്ട് ഖുർആൻ പറയാണ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, ഇനി മരിച്ചുപോയ ആ മഹാരഥന്മാരായ ആളുകളൊക്കെ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരും ചിന്തിക്കാൻ പറ്റാത്തവരുമാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ലോകം നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്ന ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ എന്ന് പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണം. ഭൂമിയെപ്പോലെ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ സ്ഥലമുണ്ടെങ്കിൽ ആ സൂര്യനെ നമുക്ക് സമ്മാനിച്ച, ഭൂമിയിൽ നിന്ന് ഇത്ര അകലത്തിൽ അതിനെ നിർത്തണമെന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ ഞാനും നിങ്ങളും ഓർക്കണം. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം, നിങ്ങളൊന്ന് അറിയണം. സമുദ്രം ആളിക്കത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? സമുദ്രം പൊട്ടി പുറത്തേക്ക് ഒഴുകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുണ്ട്. വൈദൽ ബിഹാറു സുജിറത് വൈദൽ ബിഹാറു ഫുജിറത്, സമുദ്രം പൊട്ടി ഒഴുക്കപ്പെട്ടാൽ, സമുദ്രം ആളിക്കത്തിക്കപ്പെട്ടാൽ, സമുദ്രം എന്നത് വെള്ളമാണ്, H2 ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. ഇതിനെ രണ്ടിനെയും ചേർത്ത് വെള്ളമാക്കിയ പ്രപഞ്ചത്തിന്റെ നാഥൻ പറയുന്നു ഈ സമുദ്രം ആളിക്കത്തുന്ന ഒരു സമയം വരാനുണ്ട് എന്ന്. ഈ സമുദ്രം ഭൂമിയുടെ 1/4 ഭാഗമുണ്ടെങ്കിൽ 1/4 ഭാഗത്തിലേക്ക് പൊട്ടി ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. സുനാമി അതിലേക്കുള്ള സൂചനയാണ് പ്രിയപ്പെട്ടവരെ. പർവ്വതങ്ങളെല്ലാം ആ കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെ പോലെ ഇതാ ധൂളികളായി പാറുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് ലോകത്ത് മുഴുക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ശബ്ദം, അത് ഒരു ഘോര ശബ്ദം ഈ ഭൂമിയിൽ നിന്നുണ്ടാവുകയും ഭൂമി അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂര്യൻ സ്വയം കത്തുന്നതാണ് എന്നും ചന്ദ്രൻ പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ജനിച്ച് അവിടെ രൂപം കൊടുത്ത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്ന ആ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് ആദ്യം രക്തപിണ്ഡമായിരുന്നു, പിന്നെ മാംസപിണ്ഡമായി മാറുന്നു. ആ മാംസപിണ്ഡത്തിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട് എന്ന്
ശാസ്ത്ര ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മുളുകത്ത് എന്ന പദത്തിന് അർത്ഥം പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണമെന്നാണ്. ചിന്തക്ക് അതിൽ വകുപ്പുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചറിയാൻ, പ്രപഞ്ച സട്ടാവിനെ കുറിച്ചറിയാൻ, അവന്റെ സംസാരമാകുന്ന ഖുർആനിനെ കുറിച്ചറിയാൻ, ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ഏകദൈവ വിശ്വാസത്തെ കുറിച്ചറിയാൻ, ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ കുറിച്ചറിയാൻ, അതിന്റെ ആവശ്യകതയെ കുറിച്ചറിയാൻ, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ബോംബ് കൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്തവർ, അവർക്ക് ആര് ശിക്ഷ കൊടുക്കുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. 3, 4, 5 വയസ്സായ പിഞ്ചുമക്കളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നവരെ കോടതിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് കൊടുക്കും അവർക്കുള്ള ശിക്ഷ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിപൂർവമായ റബ്ബിന്റെ കോടതി ആവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യ മനസ്സുകളുടെ തേട്ടം അതാണ്. ആരാധനകൾ അള്ളാഹുവിന് മാത്രമാക്കി, പ്രാർത്ഥനകൾ അവന് മാത്രമാക്കി, നേർച്ച വഴിപാടുകൾ അവന് മാത്രമാക്കി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. ഇത് സ്വീകരിക്കാതെ പോയാൽ, ഈ സത്യമായ പ്രകൃതിയുടെ തേട്ടത്തെ നാം അറിയാതെ പോയാൽ, നാം നാളെ നരകാഗ്നിയുടെ ആളുകളായി മാറും, നരകത്തിൽ ശാശ്വതരായി മാറും എന്ന ഭയപ്പാടോടുകൂടിയാണ് യാതൊരു ഭൗതികമായ പ്രോഫിറ്റും ആഗ്രഹിക്കാതെ ഈ സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. സ്വീകരിക്കുക, അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. സത്യമാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അള്ളാഹു പ്രപഞ്ചനാഥൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.